അവിടെ ചെന്നപ്പോഴാണ് ഈ കൃപാസനം പത്രം കിട്ടണേ. അപ്പം മുതൽ എൻ്റെ ദൈവം എന്നെ, എൻ്റെ മാതാവ് എന്നെ സംരക്ഷിക്കാൻ തുടങ്ങിയെന്ന് പറയാം. എനിക്ക് മാതാവിൽ വലിയ വിശ്വാസം ഇല്ല എന്നല്ല, ജപമാല ചൊല്ലാൻ ഞാൻ ഭയങ്കര വീക്കായിരുന്നു. ഇങ്ങനെ അധികമൊന്നും ജപമാല ചൊല്ലില്ല, ബൈബിൾ എൻ്റെ ജീവനായിരുന്നു. പക്ഷെ ഞാൻ ജപമാല ചൊല്ലാൻ വളരെ വീക്കായിരുന്നു. പക്ഷേ മാതാവ് എന്നെ കൈപിടിച്ച നിമിഷങ്ങളായിരുന്നു. എനിക്ക് അവിടെ ജോലി കിട്ടി. പിന്നെ എനിക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ജോലി കിട്ടി, ഞാൻ ജോലിക്ക് പോയി തുടങ്ങി. പക്ഷേ അപ്പോഴും എനിക്ക് ടെൻഷൻ. എൻ്റെ ഈ ഓഫർ ലെറ്റർ അല്ല, ഈ COS പേപ്പർ വരാത്തത് വലിയ വേദനയാണ്. അതെൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ കിടക്കുക. എൻ്റെ മക്കളുടെ സങ്കടം എനിക്ക് സഹിക്കാൻ പറ്റണ്ടായിരുന്നില്ല. ഒരു ദിവസം എൻ്റെ മോള് എന്നോട് പറയാ, അമ്മച്ചിക്കറിയോ, എൻ്റെ ഹൃദയത്തിൽ ഒരു കല്ലാണ്. അമ്മ ഇവിടെ നിന്ന് ജോലിക്ക് പോയി കഴിഞ്ഞ് ഇവിടെ ചുറ്റുവട്ടത്തുള്ളവർ മുഴുവൻ എന്നോട് പറയാ, നിനക്ക് കല്യാണം കഴിച്ച് പൊക്കൂടെ, പിന്നെ എന്തിനാ നീ ഇപ്പം എനിക്ക് UK പോകാൻ നിൽക്കണേ, അതിലും ഭേദം നിനക്ക് കല്യാണം കഴിച്ച് പോണതല്ലേ, എന്തിനാ ഈ പൈസയൊക്കെ ചിലവാക്കുന്നേ, അതൊന്നും നടക്കാൻ പോണില്ല, അതൊക്കെ പറ്റിക്കൽസ് ആണെന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെ മാനസികമായിട്ട് എല്ലാവരും തകർത്തു. നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞവർ പോലും നമ്മളെ തള്ളിക്കളഞ്ഞൊരവസ്ഥയിലേക്ക്. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ മോൾ അത്രമാത്രം വിഷമം അനുഭവിക്കുന്നുണ്ടെന്ന്. അത് കഴിഞ്ഞ് ഞാൻ കൂടുതൽ ഇവളെയും കൊണ്ട് മനസ്സോടെയാണ് എൻ്റെ അനിയത്തിനോട് പറഞ്ഞ കൃപാസനത്തിലേക്ക് വരാൻ പറഞ്ഞേ. അപ്പം ഞാൻ നടക്കോ, എനിക്ക് ഉടമ്പടി എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് നടത്താൻ ശരിയാവുമെന്നൊന്നും എനിക്കറിയത്തില്ല.